ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ വടകര ശാഖയുടെ CDH വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സന്ദേശ റാലി സംഘടിപ്പിച്ചു. കല്ലാച്ചിയിൽ നിന്ന് ആരംഭിച്ച സന്ദേശ റാലി നാദാപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബോധവൽക്കരണ പരിപാടിയോടെ സംഘടിപ്പിച്ചു. പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വായിലെ ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. KM അഭിജിത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇതൊരു നമ്മളുടെ ഒരു സംഘടനയുടെ മാത്രമല്ല, കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഈ പുകയില വിരുദ്ധ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക മാത്രമല്ല, നേരത്തെ പ്രതിജ്ഞയിൽ സൂചിപ്പിച്ച പോലെ ഞാനും എൻ്റെ കുടുംബവും പുകയിലയോ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുക്കളോ ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞ നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ തന്നെ ഒരുപിടി മാറ്റങ്ങൾക്ക് കാരണമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പര്യടനം നടക്കുമ്പോൾ വാനിമേലിൽ ഒരു ചേട്ടൻ വന്നു. അദ്ദേഹത്തിന് വായിൽ ക്യാൻസറായപ്പോൾ നമ്മൾ ക്യാൻസർ എന്ന പനി പോലെ നമ്മളുടെയൊക്കെ വീടുകളിലേക്ക് വരുന്ന ഒരു രോഗമായിട്ട് മാറുകയാണ്. പലപ്പോഴും ആ ക്യാൻസർ രോഗങ്ങളൊന്നും നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത ചില ഘട്ടങ്ങൾ വരികയാണ്. ഇപ്പോൾ ഇന്നൊരു വിളിച്ചത് ചെക്കാട് പഞ്ചായത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്, 4th സ്റ്റേജും കഴിഞ്ഞു. അവരൊന്നും അറിഞ്ഞല്ല, നമ്മളൊന്നും അറിയാതെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് അതൊക്കെ അറിയാതെ സംഭവിക്കുന്ന നമുക്ക് ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കാമെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന ചില കാര്യങ്ങളാണ് പുകയിലയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ഈ ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ ആവട്ടെ, മറ്റ് അസുഖങ്ങളാകട്ടെ, ഇതൊക്കെ. പക്ഷെ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമല്ലല്ലോ. നമ്മൾ പലപ്പോഴും ഇപ്പോൾ പണ്ട് ഒരു 4-5 കൊല്ലം മുൻപ് വരെ പൊതുയിടങ്ങളിൽ, ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും പൊതുനിരത്തിലാണെങ്കിലും ഇത് സിഗരറ്റും വലിക്കുന്നവർക്ക് മാത്രമല്ല, അത് അടുത്തിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം ജനങ്ങൾ കുറച്ചുകൂടി ബോധവാന്മാരായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഉൾപ്പെടെ ഐഡിയ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനകളെല്ലാം ഇടപെടൽ കൊണ്ട് പൊതുവെ ജനങ്ങൾക്ക് മറ്റാളുകളെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം പൊതുമധ്യത്തിൽ ഇല്ലാതായിട്ടുണ്ടെങ്കിലും വീടുകളിലൊക്കെ ഇപ്പോൾ ഉണ്ട്. മക്കൾ നിൽക്കുമ്പോൾ, ഭാര്യ നിൽക്കുമ്പോൾ ഒരു മടിയും ഇല്ലാതെ സിഗരറ്റ് വലിക്കുന്ന ആശ അത് തുടരുകയാണ്. പുള്ളിയൊക്കെ കുറച്ചുകൂടി ഒന്ന് ബോധവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഭവിഷ്യത്ത് കുറച്ചുകൂടി തിരിച്ചറിഞ്ഞാൽ മാറ്റപ്പെടുകയുണ്ടാവും. അതിപ്പോൾ എല്ലാ വീടുകളും, ഇപ്പോൾ എൻ്റെ വീടാണെങ്കിലും ഉണ്ടാവും. നമ്മളൊക്കെ അച്ഛനോടൊക്കെ പറഞ്ഞത് അവസാനിപ്പിക്കാൻ പെട്ട പാട് ചെറുതല്ല. ഈ സിഗരറ്റ് ആണെങ്കിലും മുറുക്കൊക്കെ ഇത് അവസാനിപ്പിക്കാൻ പെട്ട പാട് ചെറുതല്ല. പ്രത്യേകിച്ച് നമ്മൾ നാദാപുരത്തൊക്കെ ഒരുപാട് ഉമ്മമാർ പിന്നെ കുറേ വർഷങ്ങളായിട്ടാണ് അതൊക്കെ ഉപയോഗിക്കുക. പുകയില മുറുക്ക് പോലെ ഉപയോഗിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. അവരൊന്നും മറ്റൊരു പ്രയാസം സമൂഹത്തിന് മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്നില്ല. അവരും ഇതിന്റെ ഭാഗമായി പോയ ആളുകളാണ്. പക്ഷെ ഇന്നത്തെ തലമുറയൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും ഈ സിഗരറ്റിന്റെ ഉപയോഗം അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് ചെറുതല്ല. പുകയിലയുടെ ഏത് രീതിയിലുള്ള പുകയിലയുടെ ഉപയോഗമാണെങ്കിലും അതൊന്നും ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് ചെറുതല്ല. ഭവിഷ്യത്ത് ഉപയോഗിക്കുന്ന ആൾക്കും മറ്റുള്ള ആളുകളിലേക്കും ഇറങ്ങുമ്പോഴാണ് എക്സൈസിലെയും പോലീസിലെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ കുറച്ചുകൂടി കാര്യമായിട്ട് ഇടപെട്ട് അവിടെയൊക്കെ നടപടികൾ സ്വീകരിക്കപ്പെടുന്നത്. എന്തായാലും അത്തരം ഇന്ന് ആ ലഹരികളൊക്കെ മറ്റു പല പേരുകളിലേക്കും വരികയാണ്. ഇപ്പം പുകയിലേക്ക് മാത്രം നമ്മൾ എതിരെ നിന്നാൽ പോരാ. സിന്തറ്റിക്, പുകയില മാറി സിന്തറ്റിക് അതിതീവ്രമായി അത് ഈ നമ്മളെ പ്രൊഫഷൻ വ്യത്യാസമൊന്നുമില്ല. ചില ഇടങ്ങളിൽ ഇത് കിലോ കണക്കിന് പിടിക്കുന്നത് ഹൈ പ്രൊഫഷനിലൊക്കെ നിൽക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പൊ അത്തരം ലഹരി എന്ന് പറയുന്ന ഏറ്റവും വലിയ വിപത്ത് നമ്മളുടെ ഒക്കെ നാടുകളിലേക്ക് കടന്നു വരുമ്പോൾ ഈ പുകയില വിരുദ്ധ ദിനത്തിൽ അത്തരം ലഹരിക്കെതിരെ കൂടിയുള്ള പോരാട്ടങ്ങൾ നയിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. IDA വടകര CDH കൺവീനർ ഡോക്ടർ മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ IDA വടകര പ്രസിഡന്റ് ഡോക്ടർ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രജീഷ്, നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ മൂന്നാംകുനി, നാദാപുരം പോലീസ് CI ശരത്ത്, എക്സൈസ് വകുപ്പ് പ്രതിനിധി ശൈലേഷ് എന്നിവർ സംസാരിച്ചു. IDA വടകര സെക്രട്ടറി ഡോക്ടർ സുശാന്ത് കൃഷ്ണ നന്ദി പറഞ്ഞു. പരിപാടിയിൽ പുകയില ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും ആരോഗ്യ സംരക്ഷണ പ്രതിജ്ഞയും നടത്തി. നിരവധി പൊതുപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു.